ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ബിരിയാണി ട്രൈ ചെയ്തു കേട്ടോ. മട്ക ബിരിയാണി. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കത്തി കാണും. ഇത് ചെറിയൊരു ചട്ടീനകത്ത് ഇച്ചിരി ബിരിയാണി, അത്രയേ ഉള്ളൂ. അതിനാണ് ഈ വലിയ പേര് പോലെ തന്നെ. സംഭവം എന്തായാലും കിഡുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത്മിനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഒരു വലിയ ബോക്സിനകത്താണ് അവരെല്ലാ സാധനവും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു അത് അവർ സാലഡൊക്കെ വെക്കാൻ മറന്നു കാണുന്നു. ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. ആ കൂപ്പണിനെ പറ്റി സത്യം പറഞ്ഞപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. പിന്നെ സ്പൂണ്, ഗുലാബ് ജാമുൻ, പിന്നെ ഞാനിത് കേടാണെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണീൻ്റെ ഒക്കെ കൂടി ഒരു സാലഡ് വെക്കുമല്ലോ, അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതായിരുന്നില്ല. ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനകത്ത് ബിരിയാണിയുടെ കൂടെയുള്ള ഗ്രേവിയും റായ്ത്തയും എന്നാണ് മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ ആ രണ്ട് സാധനമായിരുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള തെറ്റായ ധാരണയും വെച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെ പെറുക്കിയൊക്കെ കൂട്ടി വെച്ച് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് എന്തുകൊണ്ടുണ്ടാക്കി എന്നുള്ള കൂലങ്കഷമായ ചർച്ചയ്ക്ക് ഇടയിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ദമ്മ് പൊട്ടിക്കുന്നതും അതുപോലെ തന്നെ ഓർഡർ ചെയ്തിട്ടൊരു ചട്ടിയോടുകൂടെ സാധനം വരുന്നതും. അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ പറയണമല്ലോ, എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഫുഡിനെ കുറിച്ച് നടക്കുമല്ലോ. സുഖമായിട്ട് 2-3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? ചട്ടിയിലൊരു ബിരിയാണി, എന്തൊക്കെ ഐറ്റംസാ അല്ലേ? എന്നിട്ട് അതിനൊരു പേരും മട്ക ബിരിയാണി. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ അമ്മ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സൂപ്പറാ, യമ്മി. അമ്മ യമ്മി ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് തന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര യമ്മി ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. എന്തായാലും സംഭവം ഭയങ്കര കിടുവായിട്ടുണ്ട്. ടേസ്റ്റ് പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ബിരിയാണി അടിപൊളിയായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാധനം എനിക്ക് ഒട്ടും പിടിച്ചേ ഇല്ല കേട്ടോ. മയണൈസ് പോലൊരു ഏതാണ്ടൊരു സാധനമാണ്. ആദ്യം ഞാൻ റായ്ത്തയാന്ന് വിചാരിച്ചു. തുറന്നു നോക്കിയ സമയത്ത് റായ്ത്തയല്ല. റായ്ത്ത ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്. എന്തായാലും ഒരുമാതിരി പുളിയൊക്കെ ആയിട്ട് മയണൈസ് ആണെന്ന് തോന്നുന്നു. മേ ബി അവരുണ്ടാക്കിയതായിരിക്കും. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഗുലാബ് ജാമുനാണ് ഡെസേർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഗുലാബ് ജാമുനായിരുന്നു കേട്ടോ. ടേസ്റ്റ് പോലെ തന്നെ ക്വാണ്ടിറ്റിയും അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടേണ്ടി വന്നില്ല കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റൈറ്റാണ്. പോരാത്തിന് ഫ്രീ ആയിട്ട് ഒരു ചട്ടിയും കിട്ടും. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സപ്പോർട്ട്.